മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യ മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിലടക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിക്കുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ക്രിസ്തീയ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണ് നമ്മുടെ കർത്താവിന്റെ 2ാമത്തെ വരവ്. നമ്മളെല്ലാവരും ആരാധനയ്ക്ക് കടന്നു വരുന്നതും ദൈവസഭയിൽ നമ്മൾ പങ്കെടുക്കുക എല്ലാം ചെയ്യുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കർത്താവ് 2ാമത് മടങ്ങി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോകണം. അല്ലാതെ ആരെങ്കിലും മറ്റെന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുക, ഇതാണ് ദൈവത്തിന്റെ സഭയിൽ നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ആ യേശുവിന്റെ വരവിന്റെ പ്രത്യാശ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആരാധനയിൽ പങ്കെടുത്ത്, കൂട്ടായ്മയിൽ പങ്കെടുത്ത്, പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ വചനം പഠിച്ച്, വായിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തെ അനുസരിച്ച് ആ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമയമെല്ലാം സ്പെൻഡ് ചെയ്യുകയും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും നമ്മൾ പ്രത്യാശ ഇതാണ്. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വന്നു പറയേണ്ട, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. അപ്പോൾ ഈ 10 കന്യകമാർ എന്ത് ചെയ്യുകയാണ്? ഒരേ ലക്ഷ്യത്തോടുകൂടെ പുറപ്പെടുകയാണ്. ഇല്ലേ? മണവാളൻ വരുമ്പോൾ എന്ത് ചെയ്യണം? മണവാളനെ എതിരേൽക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. 10 പേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. മണവാളന്റെ വരവിൽ എന്ത് ചെയ്യുക? പോയിട്ട് ഹല്ലേലൂയ നിത്യ സൗഭാഗ്യം അനുഭവിക്കുക, നിത്യ സന്തോഷം അനുഭവിക്കുക. അതിനുവേണ്ടി അവർ പുറപ്പെടുകയാണ്. ഒരു ചെറിയ വ്യത്യാസം ഇവിടെയുണ്ട്. ഇവരിൽ 5 പേര് ബുദ്ധി ഇല്ലാത്തവരും 5 പേര് ആരാണ്? ബുദ്ധിയുള്ളവരുമാണ്. ഇത് നമ്മൾ ചിന്തിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇവിടെ ബുദ്ധി ഇല്ലാത്തവരെന്ന് പറഞ്ഞ ആളുകളായിരിക്കും ഈ ലോകപ്രകാരം ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. പക്ഷെ ഇവരെ ബുദ്ധിയില്ലാത്തവരോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇവര് പാത്രത്തിൽ എണ്ണ എടുത്തില്ല. അപ്പൊ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഈ ബുദ്ധിയില്ലാത്തവർ വലിയ ബുദ്ധിമാന്മാരും വലിയ മിടുക്കന്മാരുമായിരിക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്താണ്? ഇവര് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടാത്ത വിശ്വാസികളായതുകൊണ്ട് ഇവരാരാണ്? ബുദ്ധികേടായ തീരുമാനമെടുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ ആരാണെന്ന് അറിയാമോ? ഇവര് കർത്താവായ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരാണ്. 10 പേരും ദൈവസഭയിൽ ആരാധനയ്ക്ക് പോകുന്നവരും 10 പേരും ദൈവത്തിന്റെ വചനം ഒരുപക്ഷെ അനുസരിച്ചവരുമായിരിക്കാം. പക്ഷെ ഇവരിൽ 5 പേർക്ക് എന്താണ്? അവരുടെ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു വലിയ സീരിയസ്നെസ് ഒന്നുമില്ല. അവരെന്താണ്? അവര് പരിശുദ്ധാത്മാവിന്റെ ആ നടത്തിപ്പിൽ പോകുന്നവരല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ളവരുമല്ല. ലക്ഷ്യം നല്ലതായില്ലേ? ലക്ഷ്യം നല്ലതാണ്, തീരുമാനം നല്ലതാണ്, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് പുറപ്പെട്ടത്. എന്നാലും എന്തെന്നറിയാമോ? 5 പേര് കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ പഠിച്ച്, സൂക്ഷ്മതയോടുകൂടെ തന്നെ ജീവിച്ച്, ആ വരവിന്റെ പ്രത്യാശയിൽ അവർ വിശ്വാസത്തെ കാത്തുകൊണ്ട് ജീവിച്ച ആളുകളാണ്. മറ്റൊരു കാര്യം പറഞ്ഞ ഒരു സാദൃശ്യം എന്താണെന്ന് അറിയാമോ? ഈ 10 പേരും ആരാണ്? കന്യകമാരാണ്. അശുദ്ധി സംഭവിച്ചിട്ടില്ലാത്തവരാണ്. ആരാധനയ്ക്ക് എന്നും പോകുന്നവരാണ്.
ഇല്ലേ? പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുവാൻ പോകുന്നത് പാപികൾക്ക് വേണ്ടി അല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തോണം. കർത്താവായ യേശു ക്രിസ്തു ആദ്യം കടന്നു വന്ന് തന്റെ ഒന്നാമത്തെ വരവിങ്കൽ കടന്നു വന്ന് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് പാപികളാകുന്ന മനുഷ്യരെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് പാപികൾക്ക് വേണ്ടിയല്ല. അത് ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പനപ്രകാരം ജീവിക്കുന്ന വിശുദ്ധന്മാർക്കും കന്യകമാർക്കും വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവിനോടുകൂടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന കന്യകമാരായിരിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 2 കൊരിന്ത്യർ ലേഖനം 11:2. പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ് കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നോക്കിയ പൗലോസ് അപ്പോസ്തലൻ അവിടെയുള്ള വിശ്വാസികളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സഭയിലേക്ക് കടന്നു വന്ന സ്നാനപ്പെട്ട് ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ ഒരു സഭയിലെ അംഗമായി തീരുകയല്ല നമ്മൾ ചെയ്തു വരികയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയത്ത് ഒരു വിവാഹ നിശ്ചയത്തിലേക്കാണ് നമ്മൾ ഇടപെടുന്നത്. ഒരു വിവാഹ ബന്ധം പോലെയാണ് നമ്മൾ ഇടപെടുന്നത്. പക്ഷെ ഇവിടെ ആരാണ്? കന്യകമാരായിട്ടുള്ള വിശ്വാസികള്. അവർ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് വിശ്വാസികൾക്കും ഈ വിഷയത്തെ പറ്റി അറിയത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുമ്പോൾ ഇന്നലെ വരെ മറ്റേ സഭയിലായിരുന്നു, വേറൊരു സഭയിലേക്ക് പോകുന്ന പ്രതീതി ഉണ്ടാകത്തുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. പിന്നെ എന്താണ്? ഹല്ലേലൂയ, ക്രിസ്തു എന്ന ഏക പുരുഷനുമായിട്ട് നമ്മൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് അറിയാമോ? എന്റെ ഹൃദയത്തിൽ ഒരു വലിയ വേദനയുണ്ട്. നിങ്ങളുടെ ഹൃദയം ഈ ഏക പുരുഷനുമായിട്ടുള്ള ശ്രദ്ധ വിട്ടിട്ട് ഈ ലോകപരമായ മറ്റു കാര്യങ്ങളിലേക്ക് പോയി നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. സംഭവിക്കാൻ കേട്ടോ. ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെട്ട് നമ്മുടെ ക്രിസ്തുവിനോടുള്ള ആ ഏകാഗ്രതയും ആ ഭക്തിയും വിട്ടിട്ട് ഈ ലോക മോഹങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്തു കടന്നു വരുമ്പോൾ, രണ്ടാമത് കടന്നു വരുമ്പോൾ നമുക്ക് അവനോടുകൂടെ പോകുവാൻ കഴിയത്തില്ല. കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലയോ, ആ ദിവസം ചില ആളുകളൊക്കെ വന്ന് എന്ത് ചെയ്യുകയാണ്? അവർ കൈവിടപ്പെട്ടു പോയി. ഈ സമയത്ത് അവർ വന്ന് കർത്താവിനോട് പറഞ്ഞതാണ്, എന്റെ കർത്താവേ, യേശുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, ഞങ്ങൾ പള്ളിയിൽ പോയി, ഞങ്ങൾ എല്ലാം ചെയ്തില്ലേ? യേശു പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുകയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാമോ? ഈ നിർമ്മല കന്യകയായി നമ്മൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ യേശുവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിനിടയ്ക്ക് ഒരു ബന്ധം വരരുത്. ആ ബന്ധം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മളെ കെടുത്തി, നമ്മുടെ ആത്മീയ ജീവനെ നഷ്ടപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തുവായിട്ടുള്ള ഭക്തിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ രണ്ടാമത്തെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ വളരെ വളരെ ശ്രദ്ധാലുക്കളായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. നോക്കുക, ഇവർ രണ്ടുപേരും 10 പേരും വെർജിൻസ് ആയിരുന്നു, അവർ കന്യകമാരായിരുന്നു. ഇനി രണ്ടാമത് അവിടെ എന്നറിയാമോ? ഈ 10 പേര് ഉറങ്ങി ഇല്ലേ? ബുദ്ധിയുള്ളവരും വിളക്കോടുകൂടെ പാത്രത്തിൽ എടുത്തില്ല. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. 10 പേരും ഉറങ്ങി. പക്ഷെ ഈ 10 പേരുടെ ഉറക്കത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. 5 പേര് ഉറങ്ങിയതും മറ്റേ 5 പേര് ഉറങ്ങിയതും തമ്മിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലയോ? അവൻ ഭക്തന്മാർക്ക് സുഖകരമായ ഉറക്കം കൊടുക്കും ഇല്ലേ? ഭക്തന്മാർക്ക് എന്താണ്? സ്വസ്ഥമായി ശാന്തമായിട്ട് ഉറങ്ങുവാനുള്ള ആ ദൈവ സമാധാനം കൊടുക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാഗ്ദത്തമാണ്. അവരും ഉറങ്ങി. പക്ഷെ ഈ 5 പേര് ഉറങ്ങിയത് എങ്ങനെയുള്ള ഉറക്കമാണെന്ന് അറിയാമോ? ആത്മീയ ഉറക്കമാണ് അവർ ഉറങ്ങിയത്. 10 പേര് ഉറങ്ങി രാത്രിയിൽ. പക്ഷെ ഈ അടുത്ത 5 പേർക്ക്, ബുദ്ധിയില്ലാത്ത 5 പേർക്ക് വേറെ ഒരു ഉറക്കം കൂടെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? ആത്മീയ ഉറക്കമാണ്. 3 ഉറക്കങ്ങളെ പറ്റി ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ശാരീരിക ഉറക്കം,
പിന്നെ ഒന്ന് ആത്മീയ ഉറക്കം, പിന്നെ മരണമാകുന്ന ഉറക്കം, നിദ്ര. നിദ്ര പ്രാപിച്ചവർ നമ്മൾ